السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കോഗ്നിസൻസ് 2K25 വേദിയിലാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങളെ പ്രകൃതിയുടെയും അതുമായി ബന്ധപ്പെട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് മനസ്സിലെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകൃതി സ്നേഹിയായിരുന്നുവെന്നും ഓരോ ജീവിയുടെയും ചെടിയുടെയും ജീവജാലകങ്ങളുടെയും പരിപാലനത്തിൽ ശ്രദ്ധ പുലർത്താൻ പ്രേരിപ്പിച്ചതും ചരിത്രം തെളിയിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളിൽ മുഖ്യമാണ് പരിസ്ഥിതിയോട് സ്നേഹവും കരുണയും കാണിക്കുക എന്നത്. ഒരു മരത്തെയോ ഒരു ജീവിയെയോ അനാവശ്യമായി കേടുപാട് ചെയ്യരുത്. മറ്റൊരു പ്രധാന പാഠം ശുദ്ധി, സമത്വത, പരിസ്ഥിതി സ്നേഹം എന്നിവയുടെ പ്രാധാന്യമാണ്. മാലിന്യം പാഴാക്കാതെ സൂക്ഷിക്കുക, വെള്ളം വൃത്തിയാക്കുക, മൃഗങ്ങളെ കഷ്ടപ്പെടുത്താതിരിക്കുക, ഇവയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങളിൽ ഉൾപ്പെടുന്നു. നമ്മുടെ ഇന്നത്തെ കാലത്തിനെ കൂടുതൽ വിലമതിക്കണം. പ്രകൃതി സൃഷ്ടാവ് തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണം നമുക്കെല്ലാവർക്കും കടമയാണെന്ന്. നമുക്ക് ചെറിയ ഉപദേശങ്ങളിലൂടെ കടന്നു പോകാം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, മാലിന്യം പാഴാക്കാതെ സൂക്ഷിക്കുക, വെള്ളം വൃത്തിയാക്കുക, പച്ചച്ചെടികൾ നട്ടു വളർത്തുക, പ്രകൃതിക്കായി ദൃശ്യപരവും പ്രായോഗികവുമായ കാര്യങ്ങൾ ചെയ്യുക. ഇവ നിർബന്ധമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് നമുക്ക് ജീവിതത്തിന്റെ എല്ലാ സങ്കല്പങ്ങളിലും വിധം കരുണ, കൃത്യനിഷ്ഠ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ മാലിന്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഇവ പാലിച്ചാൽ നന്മയുടെയും സമാധാനത്തിന്റെയും വഴി പിന്തുടരാൻ കഴിയും. അവസാനം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങൾ ഓർമ്മിക്കാം. പ്രകൃതി സംരക്ഷണം നമ്മുടെ സഹജീവനാണ്. അതിനെ പരിപാലിക്കുക, സ്നേഹിക്കുക, അതിനോട് കരുണ കാണിക്കുക. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.